സല്യൂട്ട് സ്നേഹിതരെ. മസൂറിയിലെ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിലെ 4 മാസത്തെ അടിസ്ഥാന പരിശീലനത്തിന് ശേഷം IPS ഓഫീസേഴ്സിന് തുടർ പരിശീലനത്തിനായി പോകേണ്ടത് ഹൈദരാബാദിലെ ശിവരാംപള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ നാഷണൽ പോലീസ് അക്കാഡമി എന്ന അക്കാഡമിയിലേക്കായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ആഴ്ചത്തെ അവധിയുണ്ട്. പെട്ടെന്നൊന്ന് വീട്ടിൽ പോയി 2-3 ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് വരാനുള്ള ഒരു സമയം കിട്ടിയിരുന്നു. മസൂറിയിലുള്ള അക്കാഡമിയിൽ ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയിലൂടെ നാഷണൽ പോലീസ് അക്കാഡമിയിലെ ആൾക്കാർ വന്ന് നമ്മുടെ യൂണിഫോമിൻ്റെ അളവുമൊക്കെ എടുക്കും. അപ്പോൾ അത് യൂണിഫോമൊക്കെ തയ്യാറാക്കി അവിടെ വെച്ചേക്കും നമ്മൾ ചെല്ലുമ്പോഴേക്കും. ഡിസംബർ മാസം ഞങ്ങൾ പോകുമ്പോൾ ഒരു ശകലം തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യൂണിഫോമിൻ്റെ പുറത്തിടാനുള്ള ഒരു കാക്കി കളറിലുള്ള ഒരു സ്വെറ്ററും അവർ കരുതി നമുക്ക് തരും. അപ്പോൾ അങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ടായിരുന്നു പരിശീലനം. ആദ്യം ചെല്ലുമ്പോൾ വളരെ മനോഹരമാണ് അക്കാഡമി. വലിയൊരു ഒരു ഒരു വില്ലേജ് പോലെ പരന്ന് കിടക്കുകയാണ്. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. തുറന്ന് കിടക്കുന്ന റോഡിൻ്റെ നട ഒരു വലിയ പാതയുടെ 2 വശത്തായിട്ടുമാണ് ഉള്ളത്. ഒന്ന് പരിചയപ്പെടാനായിട്ടുള്ളൊരു സമയമൊക്കെ കിട്ടി. വളരെ നല്ല രസമായിരുന്നു. ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത് 8 വനിതകളുണ്ടെന്ന്. കാരണം 8 വനിതകൾ ആദ്യമായിട്ടാണ് 1987 ബാച്ചിൽ IPS കിട്ടുന്നത്. അതിന് മുമ്പൊക്കെ 1-2 ഞങ്ങളുടെ മുകളിലുള്ള ബാച്ചിന് 2 പേരായിരുന്നു, താഴെയുള്ളത് 2 പേരായിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ വളരെ ചെറിയ നമ്പേഴ്സേ ഉള്ളൂ. കിരൺ ബേഡി വരുമ്പോഴേക്കും വളരെ ഒരാളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2-3 വർഷം ഇല്ല, പിന്നെ ഓരോന്ന് വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. 8 വനിതാ ഓഫീസേഴ്സ് എന്ന് പറയുന്ന വലിയൊരു കാര്യമായിട്ട് തോന്നിയിരുന്നു അന്ന്. നാഷണൽ പോലീസ് അക്കാഡമി നേരത്തെ 1948 അത് തുടങ്ങുമ്പോൾ രാജസ്ഥാനിലുള്ള മൗണ്ട് ആബു എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശത്തായിരുന്നു. അവിടെ നിന്ന് പിന്നെ അത് കുറേ എനിക്ക് തോന്നുന്നു 70കളുടെ ആദ്യം എങ്ങാണ്ടാണ് അത് ഹൈദരാബാദിലേക്ക് മാറ്റിയത്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഉരുക്ക മനുഷ്യൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് വലിയൊരു സ്റ്റാച്യു നടുക്ക് വെച്ചിട്ടുണ്ട്. ഒരു കയറി ചെല്ലുന്നപ്പോൾ കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ വലിയൊരു പാറയുടെ മുകളിലായിട്ട് സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ എനിക്ക് സല്യൂട്ട് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അത്ര ഗാംഭീര്യമുള്ള ഒരു സ്റ്റാച്യു ആണ്. ഔട്ട്ഡോർ പരിശീലനം എന്ന് പറയുന്നത് വളരെ കഠിനമായിരുന്നു ഞങ്ങൾക്ക്, എനിക്ക് പ്രത്യേകിച്ചും. കാരണം ഞാൻ സ്കൂളിലോ കോളേജിലോ ഒന്നും വെച്ചിട്ട് യാതൊരു കായികപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ വനിതാ IPS ഓഫീസേഴ്സിനും ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ ഇതുപോലെയുള്ള കായിക മത്സരങ്ങളിലും NCCയിലും ഒക്കെ മികവ് കാട്ടിയിരുന്നവരാണ്. ഞാൻ മാത്രമായിരുന്നു അതൊന്നും ഇല്ലാതെ പോയ ഒരു ലേഡി IPS ഓഫീസർ. എൻ്റെ റൂംമേറ്റ് ആയിരുന്ന സുമൻ പാലയും അതുപോലെ വളരെ മിടുക്കിയായിട്ടുള്ള ടെന്നീസ് പ്ലെയർ ആയിരുന്നു. നല്ല ഉരുക്ക് ബോഡിയാണ് സുമൻ്റെ. അതുപോലെ വന്ദന മലിക് എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു അവിടെ നാഷണൽ പോലീസ് അക്കാഡമിയിൽ. വന്ദന ക്രോസ് കൺട്രി ഓട്ടം മിടുക്കിയായിരുന്നു, ക്രോസ് കൺട്രി ചാമ്പ്യനായിരുന്നു റേസിങ്ങിൻ്റെ. അനുരാധ എന്ന് പറഞ്ഞ വേറൊരു ബാച്ച്മേറ്റ് ലേഡി NCCയുടെ വളരെ വലിയ മെഡൽ ഹോൾഡറും ഒക്കെ ആയിരുന്ന ഒരു ലേഡിയായിരുന്നു. അതുപോലെ അരുണ എന്ന് പറയുന്നത് കളികളിൽ അരുണ റാവു വളരെ മിടുക്കിയാണ്, കളികളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരായിരുന്നു. എനിക്ക് മാത്രം വലിയ കഠിനമായിട്ട് തോന്നി. ഒരു മലയാളി ഉണ്ടായിരുന്നു കൃഷ്ണകുമാരി എന്ന് പറഞ്ഞിട്ട്. എന്തോ ഒരു ചെറിയ പരിക്ക് സംഭവിച്ചിട്ട് ലിഗമെന്റ് ടയറും എല്ലാം വന്നിട്ട് പിന്നെ വീണ്ടും പരീക്ഷ എഴുതിയിട്ട് റവന്യൂ സർവീസ് കിട്ടിയിട്ട് കൃഷ്ണകുമാരി വിട്ടിട്ട് പോയായിരുന്നു. മറ്റു 2 പേർക്ക് IAS കിട്ടി പിന്നീട് പോയി. പിന്നീട് ഞങ്ങൾ 5 പേരായി, വന്ദന ഉൾപ്പെടെയുള്ള 5 പേര്. മണിപ്പൂർ ത്രിപുര കാഡറിൽ ട്രെയിനിങ്ങിൻ്റെ 6 മാസം പോയ സമയത്ത് വന്ദനയുടെ വെടിയേറ്റും തീവ്രവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. അതൊരു വലിയ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. ഇപ്പോഴും വന്ദന മാലിക്കിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വന്ദനയുടെ പേരിൽ ഒരു ട്രോഫി ഉണ്ട്. ഞാനുമായിട്ട് വളരെ അടുത്ത ഒരു സൗഹൃദമുണ്ടായിരുന്നു വന്ദനയ്ക്ക്. എന്നെ ശ്രീ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. കുറേ പേര് പിന്നെ IAS പരീക്ഷ കിട്ടി പോയി. പക്ഷെ എന്നാലും ആദ്യമായിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിരുന്നത് 6 സ്ക്വാഡുകളായിട്ടായിരുന്നു. രാവിലെ 5 മണിയൊക്കെ അടുപ്പിച്ച് ഉണരണം. രാവിലെ ഒരു കപ്പ് ചായ തരും. ആ ചായയും കുടിച്ച ശേഷം വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രില്ലിൻ്റെ ഡ്രസ്സ് ഇട്ട് ഓടി ഡ്രില്ലിൻ്റെ പരേഡ് ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഒരു മണിക്കൂറോളം ഡ്രില്ലുണ്ട്. മെയ് വഴക്കത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രില്ലാണ്. IPS പ്രൊഫഷണൽസിൻ്റെ ഔട്ട്ഡോറിൻ്റെ ചാർജുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് AD ഔട്ട്ഡോർ എന്നതൊരു മലയാളി IPS ഓഫീസറായിരുന്നു, രാമകൃഷ്ണൻ സാറ് വെസ്റ്റ് ബംഗാൾ കാഡറിലെ ഒരു IPS ഓഫീസറാണ്. സീനിയർ SP റാങ്കിലായിരുന്നു. അദ്ദേഹം വളരെ നല്ല ഓഫീസറാണ്. ഭയങ്കര മികച്ച ഒരു പേരുണ്ട് അദ്ദേഹത്തിന്. കാണാൻ ഭയങ്കര ഗാംഭീര്യമാണ്, വലിയ പൊക്കം, പിന്നെ അതുപോലെ കൊമ്പൻ മീശ. പിന്നെ അദ്ദേഹം ഒരു റൈഡിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് സാധാരണ രാവിലെ പരേഡ് ഗ്രൗണ്ടിൽ വരുന്നത്. ക്യാപ്പും ഒക്കെ വെച്ചിട്ട് കയ്യിലൊരു ചാട്ടവാറും അതും പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പരേഡ് ഗ്രൗണ്ടിൽ വന്ന് എല്ലാം ഓവർസീ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാംഭീര്യം കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഔട്ട്ഡോർ ട്രെയിനിങ് കണ്ടിരുന്നത്. ഞാൻ കുറച്ച് ഉഴപ്പാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും പറ്റിയിട്ടില്ല. കാരണം ഒന്നാമതൊരു മലയാളി ഓഫീസർ, രണ്ടാമത് ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ശരിയാവുന്നില്ല എന്നുള്ള കാര്യം പറയും. അപ്പോൾ സാറിനെ വലിയ പേടിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ സാറ് പറഞ്ഞാൽ ചെയ്യാതിരുന്നാൽ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആദ്യത്തെ ഈ ഔട്ട്ഡോർ കംപ്ലീറ്റ് ഒന്ന് ശരിയാക്കിയെടുക്കാനായിട്ട്. മസൂറിയിലുള്ള കുതിര ചെറിയ കുതിരകളായിരുന്നെങ്കിൽ അതിനെ ഞാൻ ഓടിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ
ഹൈദരാബാദിൽ വന്ന ശേഷമുള്ള കുതിര ഓട്ടവും ആദ്യമൊക്കെ എനിക്ക് നല്ല ടഫായിരുന്നു. പക്ഷേ പതിയെ ശീലിച്ചെടുത്തു. കാരണം എനിക്ക് മൃഗങ്ങളോടുള്ള ഇഷ്ടം കാരണം കുതിരയോട് ഞാൻ സംസാരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറിയ പഞ്ചസാര കട്ടകളൊക്കെ കൊണ്ടുപോയി കുതിരയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. BSF, CRPF അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഹെഡ് കോൺസ്റ്റബിൾമാരും ASIമാരും ഒക്കെയാണ് പരേഡ് പരിശീലനം, ഡ്രിൽ പരിശീലനം ഒക്കെ തരുന്നത്. അവർ നല്ലപോലെ വഴക്ക് പറയും. നമ്മളെ സാബ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ശ്രീലേഖ സാബ് എന്നൊക്കെ വിളിച്ചാലും ടീക്ക് നെയ് ഹോഗയ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്ക് പറയും. കൈ വീശാത്തപ്പോൾ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തപ്പോൾ, സല്യൂട്ട് ശരിയാത്തപ്പോൾ, തോക്ക് പിടിക്കുന്നത് വഴുതിപ്പോയാൽ, അങ്ങനെ 5 കിലോയുള്ള തോക്കൊക്കെ പിടിച്ച് റൈഫിളൊക്കെ പിടിച്ചുകൊണ്ടാണ് പരേഡ് ചെയ്യുന്നത്. ടോട്ടൽ 2 മണിക്കൂറത്തെ രാവിലത്തെ ആയാസത്തിന് ശേഷം തിരിച്ച് മുറിയിൽ വരാം. ഇൻഡോർ ക്ലാസ്സിന് പോകുന്നതിനുള്ള ടെറൈക്കോട്ടൻ്റെ കാക്കി വേഷമുണ്ട്. അതിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോകും. മെസ്സിൽ തന്നെയാണ്. വലിയൊരു മെസ്സുണ്ടായിരുന്നു IPSൻ്റെ. ഹോസ്റ്റലും ഭക്ഷണവും എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ വെച്ച് അപ്പോൾ എപ്പോഴും മെസ്സിൽ പോകുമ്പോൾ വളരെ നല്ലതായിട്ട് ഡ്രസ്ഡ് ആയിരിക്കണം. നമ്മൾ സാധാരണ ചപ്പലിട്ടോ അല്ലെങ്കിൽ കാഷ്വലായിട്ട് ജീൻസ് ഇട്ടോ ഒന്നും പോകാൻ പാടില്ല. എല്ലാത്തിനും ഒരു രീതിയുണ്ട്. പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ആർത്തി പിടിച്ച് കഴിക്കുമ്പോൾ നല്ല വിശപ്പായിരിക്കും. 9:30 ക്ലാസ് തുടങ്ങും. അങ്ങനെ ക്ലാസ് റൂമിൽ പോയിട്ട് ഒരു 1-1:30 വരെ ക്ലാസ്സുകളാണ്. ലഞ്ച് കഴിഞ്ഞിട്ട് വേഗം ഞങ്ങൾ അടുത്ത സെഷനിലേക്ക് കയറണം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മിക്കവാറും ടെലികമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ വെപ്പൺ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ വണ്ടി ഓടിക്കുന്ന ട്രെയിനിങ്, റൈഡിങ് അല്ലെങ്കിൽ ഷൂട്ടിങ്, അതുപോലെ വേറെ രീതിയിലുള്ള കുറച്ചും കൂടെ ചെറിയ ആയാസമുള്ള ട്രെയിനിങ് ഉണ്ടാവും. 5 മണിയോട് കൂടി വൈകിട്ടത്തെ ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ പിന്നെ കമ്പൽസറി ഗെയിംസ് ഉണ്ട്. ഒരു 4 ഗെയിംസ് കമ്പൽസറി ആയിട്ട് കളിച്ചിരിക്കണം. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നല്ല ക്ഷീണമായിരിക്കും. അപ്പോൾ ആദ്യത്തെ 4-5 മാസത്തോളം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സാമാന്യം നല്ല വണ്ണം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ വണ്ണത്തിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കൽ അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അതായത് കുതിരയുടെ നടുകൊടിഞ്ഞോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പൂളിൽ വെള്ളം ബാക്കിയുണ്ടോ എന്നൊക്കെ ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരുന്നു കളിയാക്കി. പതിയെ എല്ലാം വഴങ്ങി വന്നപ്പോൾ വളരെ സന്തോഷമായിട്ട് തോന്നി. പിന്നെ നല്ലൊരു സ്ക്വാഡും വളരെ നല്ല അവിടെയുള്ള ആൺകുട്ടികളെല്ലാം സഹോദരന്മാരെ പോലെയാണ്. എല്ലാവരുമായിട്ട് വളരെ നല്ല സൗഹൃദത്തിൽ പോയിരുന്ന ഒരു അന്തരീക്ഷം നാഷണൽ പോലീസ് അക്കാഡമിയിൽ ഉണ്ടായിരുന്നു. കുറേ പരീക്ഷകളുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകൾ നടക്കും. എല്ലാം കൂടെ അവസാനമുള്ള പരീക്ഷ എന്നല്ല. അൺആംഡ് കോമ്പാറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പൈൻഡ് ആയിട്ട് കരാട്ടെ എല്ലാം കൂടെ ചേർത്ത് ജൂഡോ ഒക്കെ കൂടെ ചേർത്ത് അൺആംഡ് കോമ്പാറ്റ് എന്നൊരു സാധനം പഠിപ്പിക്കും. അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പരീക്ഷയുടെ സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് എന്നെ ഒരാളെടുത്ത് എറിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ നക്ഷത്രങ്ങൾ കാണുക എന്ന് പറയില്ലേ, അതുപോലെ സംഭവം ഉണ്ടായതും അതിൻ്റെ ഇടയിലൂടെ ആയിരുന്നു. സ്വിമ്മിങ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പരീക്ഷ. ഒരു ദിവസം ഇങ്ങനെ കുതിര റൈഡിങ്ങിന് പോയ സമയത്ത് എനിക്ക് കിട്ടിയ ഹോഴ്സിന് എന്തോ ഒരു ചെറിയ മൂഡ് ഓഫ് ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ പിടിച്ചപ്പോൾ കുതിര എണീറ്റങ്ങ് നിന്നു. മുമ്പിലത്തെ 2 കാലുകളും പൊക്കി പുറകിലത്തെ കാലുകളിൽ എണീറ്റ് നിന്നപ്പോൾ ഞാൻ കുതിരയിൽ നിന്ന് വഴുതി താഴേക്ക് വീണതൊരു പ്രത്യേക ഒരു പൊസിഷനിലായിരുന്നു. എൻ്റെ കാല് എൻ്റെ അടിയിലോട്ട് പോയി മടങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ ഉപ്പൂറ്റിയുടെ അവിടെ ഒരു ഭയങ്കര പെയിനും നീരും ഒക്കെ ആയിട്ട് വന്നു. അപ്പം നല്ല പെയിൻ, നടക്കാൻ പ്രയാസം, നിൽക്കാൻ പ്രയാസം, എപ്പോഴും ഫുൾ ടൈം പെയിൻ. അപ്പോൾ ഹോസ്പിറ്റലുണ്ട് അവിടെ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അവർ മരുന്നൊക്കെ തന്നു, കുറേ കെട്ടിയൊക്കെ വെച്ചു. പക്ഷേ ഇത് എക്സ്റേ എടുക്കണം, പൊട്ടലുണ്ടോ എന്ന് നോക്കാൻ അവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വേറെ പുറത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോകണം. ആദ്യത്തെ പ്രാവശ്യം പോയിട്ട് ക്യൂ നിന്നിട്ട് ഒന്നും ഒരു രക്ഷയില്ല, എക്സ്റേ എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കാണ് അവിടെ. ഉസ്മാനിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലാണ്, കുറച്ചടുത്ത് ഉള്ളൊരു ഹോസ്പിറ്റലാണ്, അവിടെയാണ് പോയത്. പക്ഷേ ഡോക്ടറെ കാണാൻ പോലും പറ്റില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിന്നിട്ട് കാലിൻ്റെ നീര് കുറച്ചും കൂടെ വീങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഒരു ലേഡി ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, മഞ്ജരി ജാരുഹാർ എന്ന് പറഞ്ഞാൽ മഞ്ജരി മാഡത്തിൻ്റെ ഭർത്താവും അവിടെ തന്നെയായിരുന്നു. ജാരുഹാർ സാറും രാകേഷ് ജാരുഹാർ സാറും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലേഡീസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാഡത്തിനോടാണ് ആദ്യം പോയി പറയുന്നത്. അപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞു, മാഡം എനിക്കിങ്ങനെ എക്സ്റേ എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട്, നടക്കാൻ വയ്യ, പെയിനാണെന്ന് പറഞ്ഞപ്പോൾ മാഡം ശ്രീലേഖ എന്നെ വിഷമിക്കുന്നത്, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മാഡം യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് മാഡത്തിൻ്റെ ജീപ്പിൽ എന്നെയും കൂടെ കയറ്റി പോയി ക്യൂ എല്ലാം മറികടന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഡോക്ടറെ കണ്ടിട്ട് അപ്പം തന്നെ വിത്തിൻ ഒരു 10-12 മിനിറ്റിലകം എക്സ്റേയും എടുപ്പിച്ച് എല്ലാം കഴിഞ്ഞ് നോക്കിയിട്ട് പൊട്ടലല്ല ലിഗമെൻറ്റ് ടയർ ആണ് എന്ന് പറഞ്ഞു. അതിനുള്ള റെസ്റ്റ് ചെയ്യണം, ഒരാഴ്ച റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും, പതുക്കെ ബാക്കി കാര്യങ്ങൾ ചെയ്യാവും എന്ന് പറഞ്ഞ് എന്നെ വിട്ടിട്ട് കുറച്ച് മരുന്നും തന്നു, പെരട്ടാനുള്ള ലോഷനൊക്കെ തന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, മാഡം എന്ത് മിടുക്കിയായിട്ട് ഇതെല്ലാം ചെയ്തു, ഇത്രയും ആളുകളെ മറികടന്നു പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീലേഖ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി IPS ഒക്കെ ആയി വന്ന ശേഷം നമ്മളൊരു യൂണിഫോം ഇട്ടിരിക്കുമ്പോൾ ഒരു പൊസിഷനിൽ നമുക്ക് ചില കാര്യങ്ങളിലും കുറച്ച് പ്രയോറിറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ചും ഇതുപോലെ വേദന അനുഭവിക്കുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ തിരിച്ചു വരുന്ന വഴി മുഴുവൻ മാഡം ഇങ്ങനെ ഇത്
നല്ല നല്ല കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. ഇതുപോലെ വേദന അനുഭവിച്ച് ഇത്രയും നേരം ക്യൂയിൽ നിൽക്കേണ്ട കാര്യം ഒരു IPS ഓഫീസർക്ക് ഇല്ല. കാത്തിരിക്കുന്ന സമയം മുഴുവൻ കൊണ്ട് ലാഭിച്ച് ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് ജനങ്ങളെ സേവനം ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ആ ജീപ്പ് യാത്രയുടെ ഇടയിലൂടെ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് വളരെ നന്ദിയോടുകൂടി ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. സസ്നേഹം, ശ്രീലേഖ.